നമസ്കാരം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാറുള്ളത്? എല്ലാവരെയും മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും അല്ലേ? സങ്കടമായാലും സന്തോഷമായാലും ദേഷ്യമായാലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാം ആ ആളേതാണ് അവസ്ഥയിലാണ് നിൽക്കുന്നത്, ഏത് ഫീലിങ്സിലാണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, ചിലർ പറയില്ല, എല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഉള്ളിലെ സങ്കടമാണെങ്കിലും അവർ ചിരിക്കുന്നുണ്ടാവും, അവരുടെ മുഖത്ത് എപ്പോഴും അവർക്കൊരു ചിരി കൊണ്ടുവരക്കാനുള്ളൊരു കഴിവുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആൾക്കാരുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി, അവരെ കണ്ണുകളിലൂടെ നമുക്ക് അവരെ മനസ്സ് വായിക്കാൻ കഴിയും. കണ്ണുകളിലൂടെ കോൺവെർസേഷൻ നടത്തുക എന്നൊക്കെ പറയും, കഴിയും അതിന്. ചില ആൾക്കാർക്ക് അതിനൊരു കഴിവുണ്ട്, അവർ ആ കണ്ണുകളിൽ നോക്കിയിട്ട് പറയും എന്താണ് സങ്കടം അല്ലെങ്കിൽ എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ചോദിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് മുഖം നോക്കിയാലും അറിയാം. മുഖത്തെ സന്തോഷം അല്ലെങ്കിൽ നമുക്കറിയാലോ, ചിരിയൊന്നുമില്ല വാടി തളർന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരുടെ മുഖത്ത് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയും സങ്കടമാണോ സന്തോഷമാണോ എന്നൊക്കെ ഉള്ളത്. ചില ആൾക്കാർ മൗനമായിരിക്കും, സങ്കടം സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ആരും ഇല്ലാതെ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, മൗനത്തിലേക്ക് പോകും. സംസാരം കുറഞ്ഞുകൊണ്ട് വരും. അവർ നല്ലോണം സംസാരിച്ചിരുന്ന ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് അവരെ സംസാരത്തിലൂടെ എത്ര സംസാരിച്ചിട്ടും അവരെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അവർ മൗനത്തിലേക്ക് പോകും. ചില ആൾക്കാരുടെ ഇപ്പോൾ നമ്മൾ ഫോൺ കോളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ശബ്ദം കേട്ടാൽ മനസ്സിലാവും. ചിലർ പെട്ടെന്ന് ചോദിക്കും എന്ത് പറ്റിയെന്നുള്ളത്. നമ്മുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചോദിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. ചിലവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടാൽ അറിയാം. എന്നും സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ചില ദിവസങ്ങളിലെ സ്റ്റാറ്റസ് നോക്കി അറിയാം അവർ സങ്കടത്തിലാണോ ഇരിക്കുന്നത് അതോ സന്തോഷത്തിലാണോ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ പല ഇപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ചിലർ സങ്കടമൊക്കെയാണ് ഉള്ളതെങ്കിലും ദേഷ്യപ്പെടുകയാണ് ഉണ്ടാവുക. അപ്പോൾ ആളോട് ചോദിച്ചാൽ മതി എന്താണ് ഇത്ര ദേഷ്യപ്പെടുന്നത്, നല്ല ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്താ നിന്റെ മനസ്സിലെ സങ്കടം, ആ സങ്കടം ഉള്ളതുകൊണ്ടായിരിക്കും ആൾ ഇത്രയധികം ദേഷ്യപ്പെടുന്നത്. പക്ഷെ അത് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുമ്പോഴാണ് ആ ദേഷ്യത്തോട് ചോദിക്കരുത്, ആ ആളോട് സ്നേഹത്തോടെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത് അപ്പം മനസ്സിലാവും. അത് ശരിക്കും ദേഷ്യമായിരിക്കില്ല, ആ മനസ്സിലെ സങ്കടമായിരിക്കും ആൾക്ക് ദേഷ്യമായിട്ട് വന്നിട്ടുണ്ടാവുക. പലപ്പോഴും ഞാൻ സ്ത്രീകളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്ത്രീകളെ കുറിച്ച് കൂടുതൽ പറയും. ഇപ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നാലും അവർ പരമാവധി പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരാണ്. സങ്കടം അല്ലെങ്കിൽ സഹനശക്തി കൂടുതലുള്ളവരാണ് സ്ത്രീകൾ എന്നാണ് പറയുക. അത് പലപ്പോഴും പുരുഷന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നൊരു കാര്യമാണത്. സ്ത്രീകളെക്കുറിച്ച് പലപ്പോഴും പുരുഷന്മാർക്ക് അറിയില്ല. അവർ പറയുക സ്ത്രീകളുടെ കൂടെ എത്ര കാലം കഴിഞ്ഞാലും അവരെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത്. ശരിക്കും അതെന്താണെന്ന് വെച്ചാൽ അവർ സ്ത്രീയെ നോക്കിക്കാണുന്ന ആ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ്, അല്ലാണ്ട് അവർക്ക് സ്ത്രീകളെ മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. അവർ ശരിക്കും പാവങ്ങളാണ്. അവർക്ക് ആവശ്യം വേണ്ടത് കെയറിങ് ആണ്, സപ്പോർട്ടാണ്. അവരെപ്പോഴും കുട്ടികളെ പോലെയാണ്. അവർക്ക് എപ്പോഴും ഒരു ലാളന, അവരെ അംഗീകരിക്കുക, അവർക്ക് പരിഗണന കൊടുക്കുക, അതൊക്കെ ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ കൂടുതൽ സ്നേഹം തരിക. അല്ലാണ്ട് സ്ത്രീകളെ എപ്പോഴും പറയാന്ന് വെച്ചാൽ പണക്കാരെ കൂടെ പോകുന്നു അല്ലെങ്കിൽ പഠിപ്പുള്ളവരെ ജോലിക്കാരെയൊക്കെയാണ് സ്ത്രീകൾക്ക് ഇഷ്ടം എന്ന് പറയും. അതൊക്കെ വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പണക്കാരെ ഭാര്യമാർ എന്തിനാണ് ഈ കൂലിപ്പണിക്കാരെ കൂടെ ഓടിപ്പോണതൊക്കെ? അതൊന്നുമില്ല. സ്ത്രീക്ക് ആവശ്യം സ്നേഹം, പരിഗണന, ലാളന, കെയറിങ്, അവരെ കേൾക്കാനുള്ളൊരു മനസ്സ്. അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, പക്ഷെ പലപ്പോഴും അത് കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനൊന്നും കഴിയാതെ പോകുമ്പോഴാണ് അവർക്ക് അവരുടെ സ്നേഹം ദേഷ്യമായി മാറുന്നത്. പലപ്പോഴും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ മാസത്തിൽ എല്ലാ മാസവും അവർ പീരീഡ്സ് ആവുന്ന സമയങ്ങളിൽ ആരും അവരെ കെയർ ചെയ്യാറില്ല. ശരിക്കും ആ ഒരു 2-3 ദിവസങ്ങൾ നിങ്ങൾ അത്രയും പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ കുറച്ച് കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന സമയമാണ്. ആണുങ്ങളൊക്കെ അത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സെക്സ് ഫീലിങ്സ് ഉള്ള സമയമാണ് പീരീഡ്സ് എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. ഒരിക്കലും അങ്ങനെ ഒരു ഫീലിങ്സ് അല്ല ആ സ്ത്രീക്ക് ഉണ്ടാവും. ആ ഒരു സ്ത്രീയുടെ വേദന എന്താണെന്ന് അറിയണമെങ്കിൽ അത് ഒരു സ്ത്രീക്കേ അറിയുള്ളൂ. ഒരു പുരുഷന് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല, കാരണം അത് അനുഭവിക്കാൻ ഒരിക്കലും ഒരു പുരുഷന് കഴിയില്ല. ആ സ്ത്രീ ആ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ഒരു ഫീലിങ്സ് ഉണ്ട്. അത് വേദന ഉണ്ട്, ഓക്കെയാണ്, പക്ഷെ വേദനത്തേക്കാൾ കൂടുതൽ അവർക്കത് ദേഷ്യം ഉണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും. അതൊക്കെ അവർക്ക് ഓട്ടോമാറ്റിക് വരുന്ന സമയത്താണ്. ഒരു സ്ത്രീ ആ മാസം ആ ഡേറ്റ് ആവുന്ന സമയത്ത് അവരെ
നിങ്ങൾ വീക്ഷിച്ചാൽ മനസ്സിലാവും. കൂടുതൽ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കരയൊക്കെ ചെയ്യണമെങ്കിൽ മനസ്സിലാക്കിയത് അവർക്ക് ആ ഡേറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ അതൊരിക്കലും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരം മനസ്സിലും തമ്മിലുണ്ടാകുന്നൊരു സംഭവമാണ്. അതങ്ങനെ ആയിപ്പോണതാണ്. അപ്പോഴൊക്കെ അവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുകയോ ചെയ്യാതെ ഒന്ന് ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ വേദനയോടൊപ്പം ഒന്നുമില്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമെങ്കിലും തിളപ്പിച്ച് കൊടുക്കാൻ അവരെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ആ സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. അപ്പോൾ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയം എന്ന് വേണമെങ്കിൽ അവർക്ക് ഈ കെയറിങ് കൊടുക്കുമ്പോഴാണ് അവർ തിരിച്ച് സ്നേഹിക്കും. ആ സമയത്ത് സ്നേഹിക്കുന്ന ഒരാളെ അവർ എന്തായാലും സ്നേഹിച്ചിരിക്കും. കാരണം അതൊരു അത്രയും ഒരു ഫീലിങ്സ് ഉള്ളൊരു സമയമാണത്. ഒരിക്കലും അത് പുരുഷന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ കാണാം ഈ കണ്ടക്ടർമാരൊക്കെ സ്ത്രീകളോട്, പ്രത്യേകിച്ച് കോളേജ് കുട്ടികളോടൊക്കെ വളരെ എന്താ പറയുക, ക്രൂരമായി അവരുടെ സംസാരം വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ആ സ്ത്രീ പീരീഡ്സ് ടൈമിലാണ് പോണത് എന്നുള്ളത്. അവൾക്കത് അത്രയും മറച്ചു വെക്കാനും സഹിക്കാനുള്ള കഴിവുണ്ട്. അവരത്രയും ആ മുഖത്തത് കാണില്ല. എത്രമാത്രം സങ്കടം അല്ലെങ്കിൽ എത്രമാത്രം വേദന കടിച്ചു പിടിച്ചിട്ടാണ് അവർ മുഖത്ത് ചിരിച്ചിട്ട് നിൽക്കുന്നതെന്നറിയോ. ആ സമയത്ത് അവർക്ക് കൊടുക്കാവുന്ന ഒരു പരിഗണന ഉണ്ട്. പക്ഷേ വൈകുന്നേരങ്ങളിലൊക്കെ ബസ്സിലൊക്കെ അവർ ഒന്ന് സീറ്റിലിരുന്ന് കഴിഞ്ഞാലൊക്കെ വളരെ കാര്യം വലിയവരിക്കാൻ കൊടുക്കാഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ വല്ല വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടി അത്രയും ടയേർഡായിട്ടായിരിക്കും വേണമെങ്കിൽ ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ആണുങ്ങൾക്ക് അതറിയില്ല. അവർ വളരെ മോശമായിട്ടൊക്കെ ആവും സംസാരിക്കുക. ഒരു സ്ത്രീ അത്രയും ആ സമയങ്ങളിലൊക്കെ പറഞ്ഞാൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ ആരായാലും ആ ഒരു പീരീഡിൽ അവർ അത്രയും രാവിലെ മുതൽ വൈകുന്നേരം വരെ സഹിച്ച് വരുന്നത് വീട്ടിലെത്തിയാൽ മതി, കെടുന്നാൽ മതി ചിട്ടാവും. ആ സമയത്തൊക്കെ ഉള്ള ആ ഒരു സംസാരം അപ്പോഴൊക്കെയാവും ചിലപ്പോൾ അവർ ദേഷ്യപ്പെടുന്നുണ്ടാവും. തിരിച്ചവർ നല്ലോണം പറയും ഇവർ പറയുന്നതനുസരിച്ച്. കാരണം അവർ സഹിച്ച് നടക്കുന്നത് അവർക്കെല്ലാം അറിയുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളെ മനസ്സിലാക്കാൻ ശ്രമിക്കാന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ കേട്ടോ. അല്ലാണ്ട് പുരുഷന്മാരെ അധിക്ഷേപിക്കല്ല. അവർക്ക് ആ ഒരു പീരീഡ്സിൽ സ്ത്രീകളോട് കുറച്ച് കെയർ കൊടുക്കുക, സ്നേഹം കൊടുക്കുക, ഒരു അമ്മയാവുക. കുട്ടികൾ ഇപ്പോൾ കല്യാണം കഴിയുന്നവരെ അവരെ അമ്മമാരെ അത്രയധികം കെയർ ചെയ്തിട്ട് ആ സമയങ്ങളിൽ കൊണ്ടു നടക്കുന്നുണ്ടാവുക. കാരണം അമ്മയ്ക്കറിയാം ആ വേദന എന്താണെന്നുള്ളത്. അതുകൊണ്ട് അമ്മമാരെപ്പോഴും ആ കുട്ടികളെ പെൺകുട്ടികളെ നല്ലോണം കെയർ ചെയ്യും. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും പിന്നെ അവൾക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കെയറിങ് കിട്ടാണ്ടാവുമ്പോൾ തീർച്ചയായും അതൊരു സങ്കടമാണ്, ദേഷ്യമാവും, അത് വെറുപ്പാവും. പ്രത്യേകിച്ച് ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ നല്ലവരാണ്. അവർ നല്ലോണം സ്നേഹിക്കും. അവരെക്കാൾ സ്നേഹിക്കാനും സഹിക്കാനും ഒക്കെ കഴിവുള്ളവർ വേറെ ആരുമില്ല. അവർ ഇങ്ങോട്ട് കൊടുക്കണേൻ്റെ 100 ഇരട്ടി അവർ കെയറിങ്ങും സ്നേഹവും തിരിച്ചു കൊടുക്കും. പക്ഷെ അവർക്ക് കിട്ടണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെയാണ് മനസ്സിലാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് സ്ത്രീകൾ ഒരിക്കലും പണത്തിനെയോ എന്താ പറയുക വലിയ ബംഗ്ലാവ് വേണം, കാറ് വേണം, ജോലി വേണം, പഠിപ്പ് വേണം, അതൊന്നും അല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടത് കെയറിങ്ങും സ്നേഹവും സപ്പോർട്ടും ഒക്കെ തന്നെയാണ്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്ത്രീകളെ തന്നെയാണ് കിട്ടുക. എല്ലാ സ്ത്രീകളും നല്ലവരാണ്. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതിപ്പോൾ സ്ത്രീകളിലല്ല പുരുഷന്മാരിലും ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും നല്ലൊരു മനസ്സുണ്ട്. തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ വരുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളൊരാളെ മനസ്സിലാക്കേണ്ട രീതികൾ തന്നെ അവരുടെ കണ്ണുകൾ നോക്കി മനസ്സിലാക്കാം, മുഖം നോക്കി മനസ്സിലാക്കാം, അവരുടെ സംസാരം നോക്കി മനസ്സിലാക്കാം. ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും, ആവശ്യമില്ല ആദ്യം ചെറിയ തമാശ കേട്ടാലും ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷം കൊണ്ടുള്ള ചിരി ആയിരിക്കില്ല. അതിൻ്റെ ഉള്ളിൽ അത്രയധികം സങ്കടമുള്ളതുകൊണ്ടാണ് അവർ ആ സങ്കടം മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിരിക്കുന്നുണ്ടാവുക. ചിലർ വെറുതെ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും. അവരുടെ സങ്കടം മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ ചിരിക്കുകയൊക്കെ ചെയ്യും. ചിലർ പറഞ്ഞാൽ സങ്കടം വന്നു കഴിഞ്ഞാൽ ഉറങ്ങുക ചെയ്യുക. കുറേ ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സങ്കടം മാറും. ചിലവർക്ക് ഉറക്കം ഉണ്ടാവില്ല. സങ്കടമുള്ളവരാണെങ്കിൽ ഉറക്കക്കുറവ് വരുന്നത് ചില ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എങ്കിലും ഒരുവിധമുള്ളതൊക്കെ ഏകദേശം ഒരേ രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലാക്കി മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുക, ദയുള്ള മനസ്സുള്ളവരാവുക, കാരുണ്യം, സ്നേഹം, ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതം വളരെ ഹാപ്പിയാണ്. പലരും എപ്പോഴും പരാതികളാണ് പറയുക. ഈ പരാതികളുടെ അളവ് കുറയ്ക്കുക. പരാതികൾ പറയും തോറും എന്താ പറയുക, നമുക്ക് ഇഷ്ടക്കുറവ് വരിക ചെയ്യുക. പരാതി പറയുന്നവരെ ആരും ഫോളോ ചെയ്യില്ല.
എല്ലാവർക്കും പരാതി ഇല്ലാതെ എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. നമ്മൾ മാനസികമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കുക, നമ്മൾ സന്തോഷവാനാണ്, എന്ത് വന്നാലും ഇതന്നെയാണ് എൻ്റെ സന്തോഷം എന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ എങ്ങനെ മുറിവേൽക്കുന്നു അതുപോലെ തന്നെയല്ലേ മറ്റുള്ളവരുടെ മനസ്സിനുണ്ടാവുക. അപ്പോൾ നമ്മളെ മനസ്സിനെ മുറിവേൽക്കുന്ന രീതിയിലുള്ളത് മറ്റുള്ളവരോട് നമ്മൾ പറയാതിരിക്കുക, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ഹാപ്പി ലൈഫ്. താങ്ക് യു.